ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, നിങ്ങൾ എന്ത് എനർജിയിലാണുള്ളതെന്ന് നോക്കാം. നയൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് വളരെ സന്തോഷത്തിൽ ഇരിക്കുന്ന ഒരു എനർജിയാണ്. നമ്മൾ ദൈവത്തോട് നന്ദി പറയാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇന്നത്തെ ദിവസം സംഭവിക്കും എന്നുള്ളതാണ്. നമ്മൾ കുറേ നല്ല കാര്യങ്ങൾ സംഭവിച്ചു, നമുക്ക് കുറേ നമ്മൾ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ കിട്ടുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു നന്ദി പറയും. ഭഗവാനെ നന്ദി, ഞാൻ ആഗ്രഹിച്ചത്, ഞാൻ സ്വപ്നം കണ്ടത്, ഞാൻ പ്രതീക്ഷിച്ചതൊക്കെ എന്നിലേക്ക് നീ കൊണ്ടു തന്നല്ലോ എന്നുള്ള ഒരു നന്ദി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പറയേണ്ട ഇട വരും എന്നുള്ളതാണ്. പിന്നെ ഈ നന്ദി പറയാത്ത ആൾക്കാർ, നമ്മൾ എന്തുണ്ടെങ്കിലും നമ്മളുടെ മുന്നിൽ ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് മാത്രം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ള ഒരു കാര്യവും നിലനിൽക്കില്ല കേട്ടോ. അത് ആദ്യം മനസ്സിലാക്കുക. ഇത് നമ്മളെപ്പോഴും വിചാരിക്കും ഇതെനിക്ക് കിട്ടേണ്ടത് മാത്രം കിട്ടിയതാണ്, അതുകൊണ്ട് ആരോടാണ് നന്ദി പറയേണ്ടതെന്ന്. അങ്ങനെയല്ല, നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ചെറിയ കാര്യങ്ങൾക്ക് വരെ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോൾ കൂടുതൽ കൂടുതൽ നന്ദി പറയേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് ദൈവം കൊണ്ടു തരും. അപ്പോൾ ഇന്നത്തെ ഒരു ശരിക്കും ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ് കാണുന്നത്. ബ്രൂമാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള കുറേ കാര്യങ്ങൾ എടുത്തു കളയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നിങ്ങളിങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പം നമ്മുടെ ചിലപ്പോൾ പകയായിരിക്കാം, വിദ്വേഷമായിരിക്കാം, അല്ലെങ്കിൽ വിഷമമായിരിക്കാം, ചിലപ്പോൾ നമുക്ക് ഒരുപാട് അനുഭവിച്ച വേദനകളുടെ ഒരു ഓർമ്മകളായിരിക്കാം. ഇതൊക്കെ നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പുതിയ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ഉള്ളിൽ മാറ്റേണ്ടതായിട്ട് അല്ലെങ്കിൽ കളയേണ്ടതായിട്ട് വൃത്തിയാക്കേണ്ടതായിട്ട്. അപ്പോൾ ഇത് അടിച്ചു വാരി കളയുക എന്ന് പറയില്ലേ, അപ്പോൾ ഒരു അടിച്ചു വാരി കളയേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും പകയുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെയാണ് ദോഷം വരുന്നത്. നമുക്ക് ഈ പക ഉണ്ടാകുന്ന ആളിനല്ല, അതിലുപരി നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടാകാം. പ്രത്യേകിച്ചും ഈ ജോയിൻറ്റ് പെയിൻസ് ഒക്കെ ഉണ്ടാകുന്ന ആൾക്കാർ, അത് കൂടുതലും നമ്മളുടെ ഫ്രസ്ട്രേഷനും ദേഷ്യവും വേദനകളും ഒക്കെ ഈ ജോയിൻറ്റിലാണ്. അത് ഇങ്ങനെ നമുക്ക് കുറേ നമ്മുടെ ഇമോഷൻസ് എല്ലാം ഇങ്ങനെ ജോയിൻറ്റിൽ കൂടിയിരിക്കും എന്നാണ് പറയണത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓരോന്നായിട്ട് നമ്മളെ അത് ക്ലെൻസ് ചെയ്ത് കളയാൻ നോക്കുക. നമ്മളത് കൂട്ടി വെക്കും തോറും വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ, സെയിം എനർജി നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് വരും. അഥവാ ഇത് നിങ്ങളുടെ വീട്ടിലാണ് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നിങ്ങൾ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ നമ്മളുടേതല്ലാത്ത കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് പഴക്കമുള്ള കുറേ കാര്യങ്ങൾ നമ്മളുടെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കളയാണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ അല്ലെങ്കിൽ ഈ നെഗറ്റീവ് എനർജി വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. നമ്മളെപ്പോഴും ക്ലീൻ ചെയ്യണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പുതിയ എനർജി വരാൻ വേണ്ടിയിട്ടാണ് പഴയതിനെ കളയണമെന്ന് പറയുന്നത്. അപ്പം നമുക്ക് വേണ്ടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളുടെ വീട്ടിലോ നമ്മളുടെ ഹൃദയത്തിലോ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വിട്ട് കളയാൻ നോക്കുക, ക്ലെൻസ് ചെയ്യുക. ഇതൊരു ക്ലെൻസിങ് ആണ് കാണുന്നത്. അപ്പോൾ പുതിയ കാര്യങ്ങൾ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം വേണമെങ്കിൽ പഴയ കാര്യങ്ങൾ കളയണം. അപ്പം നമ്മളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ മോശമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉള്ളത് അത് നമ്മളൊന്ന് ക്ലീൻ ചെയ്യണം എന്നുള്ളതാണ്. അതെന്ത് തന്നെ ആയാലും അത് ക്ലീൻ ചെയ്യാൻ നോക്കുക. 5 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ് ഇന്ന്.
നിങ്ങൾ ചെയ്യുന്ന ചിലപ്പോൾ ചില കാര്യങ്ങൾ അത് മറ്റുള്ളവർ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം, മറ്റുള്ളവർ ചോദ്യം ചെയ്യും എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പം നിങ്ങളുടെ ജോലി സ്ഥലത്തായാലും നിങ്ങൾ ചെയ്യുന്ന ഒരു എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒന്നുകൂടി ആലോചിച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇത് അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കാൻ പോണില്ല എന്നല്ല ചിന്തിക്കേണ്ടത്. ഇത് ചിലപ്പോൾ ആരെങ്കിലും ഇതിന് ഞാൻ ഉത്തരം പറയേണ്ടി വരും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. ചിലപ്പോൾ കുറേ ആൾക്കാർ നിങ്ങളോട് മത്സരത്തിന് വന്നേക്കാം, നിങ്ങളോട് ഒരു വഴക്കുണ്ടാക്കാൻ വന്നേക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ വളരെ സംയമനത്തോടു കൂടി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം. ഇത് 2 സോഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. 2 വഴികളുണ്ട്. അതിൽ എന്താണ് വേണ്ടത്? നിങ്ങളുടെ മുന്നിൽ 2 വഴികളുള്ളതിൽ ഏതാണ് നല്ലത് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ്റെ എനർജി ഉണ്ട് കുറേ ആൾക്കാർക്ക് ഇന്ന്. ചില ആൾക്കാർ വിചാരിക്കുന്നത് എന്തിനാണ് എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്നത്, അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റണില്ല. അപ്പോൾ ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നത്തിനെ സോൾവ് ചെയ്യാൻ പറ്റണില്ല. അപ്പം അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് എനർജി ഉണ്ട് കുറേ ആൾക്കാർക്ക്. എന്താണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. കുറേ കാര്യങ്ങളുണ്ട്, പക്ഷെ അതിൽ പ്രയോറിറ്റി ഏതിന് കൊടുക്കണമെന്ന് അറിഞ്ഞുകൂടാതിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. 4 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. അപ്പോൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്താലും അതിൻ്റെ കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. അത് ഏകദേശം എല്ലാവരുടെ ജീവിതത്തിലും കാണും. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കൊന്നും നല്ല ഇതൊന്നും അവർ കാണൂല. അവർ കണ്ടെത്തുന്നത് എപ്പോഴും നമ്മളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുന്നത്. അപ്പോൾ അത് മാത്രം ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട. നമ്മൾ മറ്റുള്ളവരെന്ത് പറയുന്നു എന്ന് ആലോചിച്ചിട്ട് നമ്മളൊന്നും ചെയ്യാൻ നിൽക്കേണ്ട എന്നുള്ളതാണ്. ഇപ്പം ചില ആൾക്കാർ നമ്മളെ കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ തെറ്റുകൾ കണ്ടെത്തി ഡീപ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്ന ആൾക്കാരാണ് കുറേ അധികം ആൾക്കാർ. അപ്പോൾ അവരുടെ ചില ആറ്റിറ്റ്യൂഡ് കൊണ്ട് ഇന്ന് വിഷമം വന്നേക്കാം. പക്ഷെ അത് നമ്മളത് ശ്രദ്ധിക്കുകയേ വേണ്ട എന്നുള്ളതാണ്. നമുക്ക് എന്താണ് വേണ്ടതെന്ന് പൂർണ്ണമായും നമുക്ക് തന്നെ അറിയാം. അപ്പോൾ അത് മാത്രം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മളോട് ബോധ്യപ്പെടുത്തുക എന്നുള്ളതല്ലാതെ നമ്മളെ കുറ്റം പറയുന്ന ആൾക്കാർ എന്ത് പറഞ്ഞാലും എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് മുന്നോട്ട് പോവുക. പിന്നെ അതിലൊരു നിരാശ, ചില ആൾക്കാർക്ക് അത് നിരാശ വരുമായിരിക്കും. നല്ല രീതിയിൽ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്തിട്ടും അതിൽ കുറ്റം കണ്ടെത്തി നമ്മൾ വിഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കേണ്ട എന്നാണ് ഡിവൈൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. 6 ഓഫ് പെൻറ്റാക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങൾ കുറേ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ നിങ്ങൾ പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തു എങ്കിൽ അതെല്ലാം നിങ്ങളിലേക്ക് റിട്ടേൺ വരുന്നൊരു സമയമാണ്. അപ്പോൾ പലപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്, പക്ഷേ എനിക്കൊരു നന്മയും ജീവിതത്തിൽ വരുന്നില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാർ, നിങ്ങൾ ചെയ്ത എല്ലാ ഗുഡ് കർമ്മയ്ക്കുമുള്ള ഫലം അത് പല വഴികളിലൂടെ നിങ്ങളിലേക്ക് തന്നെ എത്തുന്ന സമയമാണ്. അപ്പം അത് നിങ്ങളിലേക്ക് തന്നെ എത്തും. നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം വേറെ ആർക്കും പോകില്ല, അത് നിങ്ങൾക്ക് തന്നെ വരുള്ളൂ. അത് നിങ്ങളൊന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുക. ഇത് ഇങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക. ഇത് നിങ്ങൾക്ക് തന്നെ കിട്ടുമെന്നും വിശ്വസിക്കുക. ഇതിൽ നിങ്ങൾ ഈ കംഫർട്ടബിളായിട്ട് ഇരുന്ന് മാത്രം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത, എനിക്കിങ്ങനെ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ അല്ല, കുറച്ച് റിസ്ക് എടുത്താൽ നമ്മുടെ കാഴ്ചപ്പാടൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സക്സസ്സിലേക്ക് എത്താൻ പറ്റുമെന്ന് തിരിച്ചറിവുണ്ടാകുന്ന ആൾക്കാർ. അപ്പോൾ ഇന്നത്തെ ദിവസമായിരിക്കും നിങ്ങൾ പല കാര്യങ്ങളുടെയും യഥാർത്ഥത്തിലുള്ള വസ്തുത മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അത് ഒരു റിസ്ക്കാണ്, അപ്പോൾ അങ്ങോട്ട് പോകണ്ട എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ ആ റിസ്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അത്രയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമല്ല, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ഈ ഒരു സമയം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. കാഴ്ചപ്പാട് മാറ്റുന്നു എന്ന് തന്നെ പറയാം. കാഴ്ചപ്പാട് മാറ്റുമ്പോൾ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെയും തെറ്റാണെന്ന് സ്വയം തിരിച്ചറിയും. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇന്ന് കാണുന്നത്. 2 ഫാൻസിൻ്റെ എനർജിയാണ്. ഇതൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരുടെ എനർജി. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ.
അപ്പോൾ അതിൽ ഒരു യാത്ര പോകുന്ന ഒരു എനർജി ഉണ്ട്. അത് യാത്ര പോകണ്ടേ എന്ന് ആലോചിക്കുന്നുണ്ട് കുറേ ആൾക്കാരും. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം ഒരു യാത്രയായിരിക്കാം, ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സിനോടൊപ്പം ഉള്ളൊരു യാത്രയായിരിക്കാം. അത് നിങ്ങൾ നേരത്തെ ചിലപ്പോൾ ആലോചിച്ച് തീരുമാനിച്ച് വെച്ചൊരു കാര്യമായിരിക്കാം. പക്ഷേ ഇന്നലെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിന് ഞാൻ പോകേണ്ടതുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യം അത് ഞാൻ പറഞ്ഞു പോയതാണ്, എൻ്റെ ഒരു വാക്കാണ്, പക്ഷേ ഈ ഒരു കാര്യം ഞാൻ ചെയ്യേണ്ടതുണ്ടോ എന്ന് നിങ്ങൾ റീതിങ്ക് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ തന്നെ ആലോചിക്കുക. നമുക്ക് ഇപ്പം വാക്ക് പറഞ്ഞു, പക്ഷേ അത് നമുക്കും മറ്റുള്ളവർക്കും ശരിയാണെങ്കിൽ മാത്രം ആ ഒരു കാര്യം ചെയ്യാൻ നോക്കുക. അല്ലാതെ നമ്മൾ വാക്ക് പറഞ്ഞതുകൊണ്ട് മാത്രം അത് ചെയ്ത് നമുക്ക് പിന്നെ അതൊരു വിഷമത്തിന് ഇടയാക്കണ്ട. അങ്ങനത്തെ ഒരു എനർജി കൊണ്ട് കാണുന്നു. നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ഡ്രീമിന് ചേസ് ചെയ്യാനാണ് നിങ്ങളോട് ഡിവൈൻ പറയുന്നത്. ഇപ്പം നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം, അത് ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് കണ്ടുപിടിക്കുക, അതിന് ചേസ് ചെയ്യുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക. അതിലേക്ക് എങ്ങനെ എത്താമെന്ന് നിങ്ങൾ ആലോചിക്കുക, അതിനുവേണ്ടി വർക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. അത് പഠിക്കണമെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ കുറച്ച് റിസ്ക് എടുത്ത് എന്തെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ അത് കുറേ ആൾക്കാരത് നിരുത്സാഹപ്പെടുത്തുന്നുണ്ടായിരിക്കാം. എന്നാലും നിങ്ങൾക്ക് സക്സസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അത് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. യത്വമാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിത്തട്ടിൽ. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് വളരെ ഹെവി ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കും. ആ മാറ്റം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അത് നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. കാരണം മണ്ണിരയെന്ന് പറയുന്നത് അറിയാമല്ലോ, ഇങ്ങനെ ശരിക്കും ഈ മണ്ണ് ഭയങ്കര കട്ടിയായിട്ടിരിക്കുന്നത്, ആ ചെറിയ ഒരു ജീവി ഇങ്ങനെ മണ്ണിനെ ഇളക്കി എന്താണ് അതിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു വിത്ത് വളരാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെറുതാണ് എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം ഏറ്റവും മനോഹരമായിട്ട്, ഏറ്റവും നല്ലതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളൊരു കാരണം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അത് ചെറിയ കാര്യമായിരിക്കും. ചിലപ്പോൾ അതൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ അത് വിട്ടുപോയി കുറേ കാലം കഴിഞ്ഞിട്ടും അതിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം നിങ്ങളുടെ മനസ്സിൽ വീണ്ടും 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 വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്. ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കും, അത് പോയിട്ടുണ്ടായിരിക്കും. അത് സ്ഥായിയായി നിൽക്കുന്ന ഒരു കാര്യമായിരിക്കില്ല, അത് ആൾറെഡി പോയിട്ടുണ്ടായിരിക്കും. പക്ഷെ അതിൻ്റെ ഓർമ്മകൾ നിങ്ങളെ വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് ചിലപ്പം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യേ, നിങ്ങൾ പ്രാർത്ഥിക്കുകയെ, നിങ്ങളുടേതായ ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് തിരിച്ചറിയുക, എന്തുകൊണ്ടാണ് ആ ഒരു കാര്യം. നമ്മുടെ ഒരു ഹെവി ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് വന്നിട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഇതൊരു കാരണം മാത്രമാണ് എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ അകത്ത് ഒരുപാട് പരിവർത്തനം നടത്തുന്നുണ്ട് ഈ ഒരു കാര്യം. അത് നിങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ സോളിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കാനുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് തരുന്നുണ്ടെന്നൊക്കെയാണ് കാണുന്നത്. നോക്കാം. ഫോഗാണ്, ഒരു മഞ്ഞാണ്, ഒരു മൂടൽ മഞ്ഞ്. നിങ്ങളുടെ മുന്നിലുള്ള ചില കാര്യങ്ങളൊന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. മഞ്ഞ് മൂടി കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പം അത് നിങ്ങളുടെ ഇമോഷൻസ് ആകുന്ന ഒരു മഞ്ഞാണത്. നെഗറ്റീവ് തോട്ട്സ് ആകുന്ന ഒരു മഞ്ഞ് മൂടി കിടക്കുന്നു. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആശ്വാസത്തിനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് നിങ്ങളുടേതായ ഇമോഷൻസ് കൊണ്ട് നിങ്ങളത് നിറച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പച്ചയും കാണാൻ പറ്റണില്ല, പ്രതീക്ഷയൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പം പ്രതീക്ഷ നിങ്ങൾ ഉണ്ടാക്കണം. കാരണം ഈ ഫോഗിനെ നിങ്ങൾ മാറ്റണം എന്നുള്ളതാണ് കാണുന്നത്. ഒരു നഷ്ടബോധം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ
അത് ആ ഒരു നഷ്ടബോധം മാറ്റിയെടുക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. കാരണം ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും നിങ്ങൾ കൂട്ടി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ കാർഡ് സൂചിപ്പിച്ചത്. അത് നിങ്ങൾ മാറ്റിക്കളയാൻ നോക്കുക. ബാസ്ക്കറ്റാണ്. നിങ്ങളുടെ മെരിറ്റിനുള്ളൊരു റിവാർഡ് കിട്ടുന്നു. മറ്റുള്ളവർ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു സമയമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ അടുത്തിടയ്ക്ക് നിങ്ങൾ ചെയ്ത എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് ഒരു റിവാർഡ് കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ടാക്കി എന്നുള്ളതാണ്. ചിലപ്പോൾ അത് നിങ്ങളുടെ ഹാർഡ് വർക്കായിരിക്കും. നിങ്ങൾ ഇപ്പം ചെയ്ത എന്തെങ്കിലും കാര്യം മറ്റുള്ളവരത് കുറേ കാലം കൊണ്ടത് ചിലപ്പം അംഗീകരിക്കുന്നില്ലായിരിക്കാം. നിങ്ങളുടെ കഷ്ടപ്പാടൊന്നും അംഗീകരിക്കാതിരുന്നെങ്കിൽ ഈ ഒരു സമയം അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. അവർക്കൊരു റിവാർഡ് തന്നേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പം മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു സമയമാണ്. ലോബ്സ്റ്ററാണ്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇപ്പോൾ എന്തെങ്കിലും നിങ്ങൾ വിചാരിച്ച കാര്യം ചിലപ്പം അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ വിചാരിച്ച പോലൊരു പൈസ നിങ്ങളിലേക്ക് വരാത്തൊരവസ്ഥ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും പൈസ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇന്നത്തെ ദിവസം ചിലപ്പം ഒരു തരാനുള്ളൊരു സാധ്യതയില്ല. ഒരു സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെട്ടേക്കാം. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് കേട്ടോ. ചിലപ്പോൾ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ഇപ്പോൾ ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഇന്നത്തെ ദിവസം. കാരണം ഇന്ന് കൊടുക്കുന്ന പൈസ ചിലപ്പോൾ നിങ്ങൾക്കത് തിരിച്ച് കിട്ടാനുള്ളൊരു സാധ്യത കുറവാണ് പെട്ടെന്ന് പറയുന്ന സമയത്ത്. ബ്രോക്കൺ വിഷ് ബോണാണ്. നിങ്ങൾ വിചാരിച്ച എന്തോ ഒരു കാര്യം നടക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. ഇന്നത്തെ ദിവസമാണ്. ഇന്നത് നടക്കില്ല. ചിലപ്പോൾ ഇത് പൈസ സംബന്ധമായ എന്തെങ്കിലും കാര്യമായിരിക്കും. നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തുനിന്ന് ഇന്നത്തെ ദിവസം ഒരു പൈസ കിട്ടുന്നില്ല. അത് ഇന്നത്തെ മാത്രം എനർജിയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.